ഉച്ചക്കത്തേക്ക് കുറച്ച് ചക്ക കിട്ടി. ചക്ക കിട്ടിയിട്ട് കുറച്ച് അതിൻ്റെ വേസ്റ്റുകളെല്ലാം എടുത്തിട്ട് കുറച്ച് നന്ദിനിക്കും കൊടുത്ത് ബാക്കി ഞാൻ ചക്ക അവിയൽ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ വലിയ നെടുമ്പൻ പിച്ചാത്തി കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. എനിക്ക് ഈ ഒരു പിച്ചാത്തിയേ ഉള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഇതൊക്കെ അങ്ങ് അരിഞ്ഞ് പറക്കി ഇടും. ചെന്നവന അരിഞ്ഞ് പറക്കിയൊക്കെ ഇടും. എനിക്കിങ്ങനെ കയ്യിൽ വെച്ച് അരിയണത് എനിക്ക് പിടുത്തമില്ലാത്ത കേസാണ്. ഞാൻ ചവിട്ടി പിടിച്ചൊക്കെയാണ് അരിയണത്. അങ്ങനെ ഒരു വിധത്തിൽ ചക്ക അവിയലിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാൻ അരിഞ്ഞ് പറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ, പിന്നെ ജീരകം, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. ഒരുപാട് അരങ്ങി പോയാൽ ചക്കയുടെ ടേസ്റ്റ് കിട്ടാതെ വരും, ഒരുമാതിരിയാവും. പിന്നെ ചിലയിടത്തൊക്കെ നല്ല മുളക് ഇടുന്നവരുണ്ട്, കുരുമുളക് പൊടി ഇടാറുണ്ട്. ഞാൻ അതിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടനാണെങ്കിൽ ഇതിനിടയിൽ മീൻ ആണെന്ന് കരുതി ഓടി വന്ന് നോക്കുന്നുണ്ടേ. അത് ആ കറുത്ത പൂച്ച കരിമൂഞ്ചി, ഇത് പുള്ളിക്കാരി, ഇത് വെള്ളപ്പൻ എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഓടി വന്നിരിക്കുകയാണ്. എന്തിനെന്നറിയാവോ? നമ്മുടെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്, മീൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ ഞാനാണെങ്കിൽ ഓട്ടിച്ച് വിട്ടു. പിന്നീട് നമ്മുടെ ഈ ചക്കയാണെങ്കിൽ നല്ലോണം തിരുമ്മി ഞാൻ ചക്ക അവിയൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ചക്കയും കൂടെ കൊണ്ട് ചക്കച്ചുളയും എല്ലാം കൂടെയൊക്കെ എടുത്ത് നന്ദിനിയുടെ അടുത്തേക്ക് പോയേ. ഞാൻ അവളെ വിളിച്ചപ്പോഴേ ഓടി വരുന്നതാണ്. അത് കണ്ടാ? ഞാൻ നന്ദിനിന്ന് വിളിച്ചപ്പോഴത്തേക്കും എൻ്റെ സൗണ്ട് കേട്ടതും അതൊന്ന് ഓടി വരെയാണേ. ഞാൻ വിളിച്ചപ്പോഴത്തേക്കും അങ്ങനെ ഓടി വരെയാണ്. അപ്പം എൻ്റെ കയ്യിലിരുന്ന് അതൊക്കെ ഞാൻ എടുത്തിട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും കുറച്ചൊക്കെ അത് കഴിച്ച് പിന്നീട് ആ നീണ്ട പുല്ലില്ലേ, അത് ഞാൻ പറിച്ചിട്ട് കൊടുത്തതാണ്. പിന്നീട് വെള്ളം അവൾക്ക് കൊടുത്തത് അത് കുടിച്ചിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതൊന്നും കുടിച്ചിട്ടില്ല. അപ്പം അത് എന്താണെന്നറിയില്ല, എന്താണോ കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാനത് കൊടുത്തില്ല. അത് വേണ്ടെങ്കിൽ കൊടുത്തില്ല. പിന്നെ അങ്ങനെ കുറച്ച് സമയമൊക്കെ അവളോട് സംസാരിച്ച് നിന്ന് പിന്നെ കുറേ നേരമൊക്കെ അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നേ. അപ്പോഴാണ് എന്താ പറ്റിയെന്നറിയാമോ? എൻ്റെ അവിയൽ ഒരു പരിധിയിലെത്തി. കാരണം എന്താണെന്ന് അറിയാമോ? അവിയലും വെച്ചിട്ടാണ് ഞാൻ ഇവിടെ അടുത്ത് വന്നത്. അവിയൽ അടിയിൽ പിടിച്ചേ. പിന്നെ വൈകിട്ടേ ഈ കാണുന്നത് ഞാൻ അവളെ അടുത്ത് ചെന്നിരുന്നിട്ട് കുറേ കിന്നാരം പറയണതാണ്. എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ കുറേ സമയം അവളുടെ അടുത്തിരുന്നിട്ട് എൻ്റെ ദേഹത്ത് മേലാകെ ചെളി വെച്ച് തേച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയ സമയത്താണ് അവളുടെ അടുത്ത് പോയത്. അപ്പോൾ അവളുടെ ചെവിയില്ലേ ഒരു ജീവി, ചെള്ള് പോലത്തെ ഒരു സാധനം, അത് കടിച്ചിരുന്നു. ഞാൻ പിന്നെ അതിനെയൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ അങ്ങനെ കുറേ സമയം ഒരു പാട്ടൊക്കെ പാടി കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ലൈറ്റ് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മേടിച്ച് വച്ചേക്കുന്ന ലൈറ്റാണ് കേട്ടോ. നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പോൾ 2 ദിവസത്തേക്ക് ഇവൾക്ക് അവിടെ ഇട്ട് കൊടുത്തതാണ്. ആ ഒരു
കൊണ്ടിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അതിൻ്റെ ആ ഒരു പേടിയൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹായ് പറയുകയാണേ. ഹായ് ഹായ് പറഞ്ഞേ. ഞാൻ ഹായ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് തടവയാണ്. എന്നിട്ട് പിന്നെ വേറെ ഒന്നുമില്ല. ഇതൊക്കെയാണ് എൻ്റെ നന്ദിനി കുട്ടിയുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് അവൾ നല്ല കൂളായിരുന്നു. ഇതുപോലെ തന്നെ ഇനിയും തുടർന്നുള്ള വീഡിയോ ഒന്ന് കാണണം കേട്ടോ.